വന്യജീവി ആക്രമണം നേരിടാൻ വനാതിർത്തികളിൽ ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തും. ഇതിനായി ഡ്രോൺ ഓപ്പറേറ്റിംഗ് ഏജൻസികളുമായി കരാറുണ്ടാക്കും. ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാവും നിരീക്ഷണം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. KR സാജു വിശദാംശങ്ങൾ നൽകും. സാജു, മരണങ്ങൾ കൂടുമ്പോൾ വേഗത്തിൽ എന്തെങ്കിലും നടപടികൾ എടുക്കേണ്ട ഒരു നിർബന്ധിതാവസ്ഥയിൽ സർക്കാർ എത്തുന്നുണ്ട്. ഈ ഡ്രോൺ നിരീക്ഷണത്തെ എങ്ങനെയാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് സർക്കാർ എത്തുന്നത്? ഇന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഉന്നതതല വനം വകുപ്പിന്റെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് വനാതിർത്തികളിൽ സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്താനുള്ള തീരുമാനം. ഇതിനായി ഡ്രോൺ ഓപ്പറേറ്റിംഗ് ഏജൻസികളുമായി കരാറിൽ ഏർപ്പെടാനുള്ള നടപടികൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതലുള്ള ഹോട്ട്സ്പോട്ടുകളിലായിരിക്കും പ്രധാനമായും ഡ്രോൺ നിരീക്ഷണം നടത്തുക. വന്യമൃഗങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ ശല്യപ്പെടുത്താതെയായിരിക്കും നിരീക്ഷണം നടത്തുക. സംസ്ഥാനത്തെ എല്ലാ ഡിവിഷനുകളിലെയും ആനത്താരകൾ, വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതകൾ എന്നിവിടങ്ങൾ തുടർച്ചയായി നിരീക്ഷിക്കുന്നതിന് കൂടുതൽ ക്യാമറകൾ വാങ്ങാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഗോത്ര വിഭാഗങ്ങളുടെ കാടറിവിനെ ഉപയോഗപ്പെടുത്തണം എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവരുമായി ഒരു ചർച്ച നടത്താനുള്ള തീരുമാനവും ഇന്നത്തെ ഉന്നതതല ഉദ്യോഗസ്ഥ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്.